ഹലോ ഗൈസ്, പത്തരമാറ്റിൻ്റെ ഒരടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അങ്ങനെ നവ്യ അഭിയും കൂടി പാർക്കിലിരുന്ന് സംസാരിക്കുന്നത് അനഘ കാണുകയാണ്. അപ്പോൾ അനഘ ചിന്തിക്കുന്നുണ്ട്, ഇവനാൾ കൊള്ളാലോ, ഇതേതാ ഒരു പുതിയ പെൺകുട്ടി, അവൾ ഗർഭിണിയാണല്ലോ. ഇവനാൾ കൊള്ളാലോ, ഇതേതാ ഇവൻ്റെ കൂടെ ഒരു പുതിയ പെൺകുട്ടി, അവൾ ഗർഭിണിയാണല്ലോ. എന്നെ ചതിച്ചതുപോലെ ഇവളെയും ചതിച്ചതായിരിക്കും ഇവൻ. എന്നിട്ട് അനഘ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതെന്തായാലും അഭിയോടൊന്ന് ചോദിക്കണം ആരാണ് ഇവളെന്ന്. പിന്നീട് അഭിയന്ത് ചെയ്യുന്നുണ്ട്, നവ്യെ കൊണ്ടുപോയി വീട്ടിൽ വിടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അഭിയന്ത് ചെയ്യുന്നുണ്ട്, നവ്യോട് ഇപ്പോൾ വല്ലാതൊരു ഇഷ്ടമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അഭിനയമാണ്. സംശയിക്കാതിരിക്കാൻ വേണ്ടി ഒരു മുൻകരുതൽ എടുക്കുന്നതാണ് കേട്ടോ അഭി. ഈ സമയത്ത് അനഘ എന്ത് ചെയ്യുന്നുണ്ട്, അഭിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് അനഘ പറയുന്നുണ്ട്, അഭി എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാൻ ഒരുപാട് നാളായിട്ട് നിന്നോട് പറയുന്നതാ, നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ നീ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനം എടുക്കണം. അല്ല, നിന്റെ കൂടെ പാർക്കിലിരുന്ന ആ പെൺകുട്ടി ഏതായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. അത് നിന്റെ ഭാര്യയാണോ കാമുകയാണോ? ആരാണ് അഭി ആ പെൺകുട്ടി? അവൾ ഗർഭിണിയാണെന്ന് തോന്നുന്നല്ലോ. എന്നെയും എൻ്റെ മകളെയും നീ വീണ്ടും ചതിക്കുകയാണോ? കുറച്ച് ദിവസം മാത്രമേ എനിക്കുള്ളൂ. അതിനു മുമ്പ് എനിക്ക് എൻ്റെ മകളെ അവൾ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ മകളോട് എനിക്ക് പറയണം, ഇതാണ് നിന്റെ അച്ഛന്. അവളെ സുരക്ഷിതമായ ഒരു വീട്ടിലെത്തിക്കണം. അഭി, നീ ഇനിയും ഒഴിഞ്ഞു മാറുവാണെങ്കിൽ ഞാൻ നേരെ അനന്തപുരിയിലേക്ക് വരും. അവിടെ വന്ന് നിന്റെ അമ്മയും മുത്തശ്ശനെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ ചന്തുമോളെ അവിടെ ഏൽപ്പിക്കും. അനഘ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് അഭിക്ക് പേടിയാന്നുണ്ട് കേട്ടോ. ദൈവമേ, ഇവളെങ്ങാനും അങ്ങോട്ടേക്ക് വന്നാൽ ഞാൻ ശരിക്കും പെട്ടുപോകും. അപ്പോൾ അഭി എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട് അനഘയോട്, അനഘെ നീ ധൃതി വെക്കാതെ, ഞാൻ എത്രയും പെട്ടെന്ന് നാളെ തന്നെ നിന്നെ കാണാൻ വരും. നീ നാളെ നാളെ എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി അഭി. എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ദിവസങ്ങൾ അടുത്തു. നീ ഇങ്ങനെ ഓരോ ദിവസവും വൈകിപ്പിക്കണ്ട. നിനക്കറിയാലോ എനിക്ക് മുന്നും പിന്നും ചിന്തിക്കാനില്ലാന്ന്. ഞാൻ ഉറപ്പായിട്ടും അനന്തപുരിയിൽ കയറി വരും, അതുറപ്പാ. അപ്പോൾ അഭി സമാധാനിപ്പിക്കുന്നുണ്ട് അനഘയെ. ഉറപ്പായിട്ടും ഞാൻ നാളെ തന്നെ വരും. അഭി ആകെപ്പാടെ ടെൻഷനില്ലാന്ന് കേട്ടോ. അനഘയുടെ അടുത്തേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ചന്തുമോളെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. അവളെയും കൊണ്ട് ഞാൻ എങ്ങനെ അനന്തപുരിയിലേക്ക് കയറി ചെല്ലും? കുട്ടിയെ കൊണ്ടുവന്ന് അനന്തപുരിയിൽ നിന്ന് മുത്തശ്ശനോട് ഇതെൻ്റെ കുട്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുത്തശ്ശൻ എന്നെ വെച്ചേക്കില്ല. അതുമാത്രല്ല, പിന്നെ നവ്യ എന്തായിരിക്കും ചെയ്തു കൂട്ടുകയെന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ച് അഭി ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഈ സമയത്താണ് ജലജ അഭിയുടെ അടുത്തേക്ക് വരുന്നത്. എന്താ അഭി, എന്താ നിനക്കൊരു വല്ലാതൊരു ടെൻഷൻ പോലെ? അമ്മയൊന്നും മിണ്ടാതിരിക്കെ, എന്നെ കുറച്ച് നേരം ഒറ്റയ്ക്ക് വിട്. ഞാൻ ആകെപ്പാടെ ടെൻഷനില്ല. എന്താടാ ഇത്ര വലിയ ടെൻഷൻ? ആ നവ്യോടിപ്പോൾ നിനക്ക് ഭയങ്കര സ്നേഹമാണല്ലോ. അതൊക്കെ പറ്റിപ്പായിരുന്നോടാ? നിനക്ക് എന്തോ കാര്യം സാധിക്കാനുണ്ട്, അതിനല്ലടാ നവ്യോട് നീ സ്നേഹമൊക്കെ കാണിച്ച് നടക്കുന്നത്. ഓ, അങ്ങനെയാണെങ്കിലേ അമ്മ അതങ്ങ് കണ്ടുപിടിക്ക്. ശരിയാ, ഞാൻ പ്രശ്നത്തിൽ പെട്ടിരിക്കുക തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അമ്മ അതങ്ങ് കണ്ടുപിടിക്കുക. പ്രശ്നം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ കേട്ടോ, അതിനൊരു പരിഹാരം കൂടി പറഞ്ഞു തരണം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, എന്നാ ഒരു കാര്യം ചെയ്യാം അഭി, പ്രശ്നം നീ തന്നെ പറ, ഞാൻ പരിഹാരം കണ്ടുപിടിച്ചു തരാം. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, ആദർശാണോ അഭി നിന്റെ പ്രശ്നം? അപ്പോൾ അഭി ആന്നങ്ങ് സമ്മതിക്കുന്നുണ്ട്. ആ ആദർശേട്ടൻ എല്ലാവിടെയും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ജ്വല്ലറിയിലും വീട്ടിലും ഒക്കെ എനിക്കൊരു സ്ഥാനവും ഇല്ല ഇവിടെ. പിന്നീൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിനും തടസ്സമായിട്ട് ആദർശം മുമ്പിലുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ആ ആദർശനിട്ട് ഒരു പണി കൊടുത്താലോ എന്നാ. അതേടാ, കൊടുക്കടാ. നിന്റെ കുരുട്ടി ബുദ്ധി ഉപയോഗിച്ച് നീ എന്തെങ്കിലും ആലോചിച്ച് കണ്ടുപിടിക്കുക. ആ നാനിയായിട്ട് ആദർശം വീണ്ടും തെറ്റണം, നല്ല പ്രശ്നത്തിൽ തന്നെ കലാശിക്കണം എന്ന് ജലജ പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, ഞാനും അങ്ങനെ ആലോചിക്കുന്നുണ്ട് അമ്മേ.